എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലിയോ ടോൾസ്റ്റോയുടെ ഒരൊറ്റ കോഴിമുട്ട എന്ന പുസ്തകത്തിലെ ഒരൊറ്റ കോഴിമുട്ട എന്ന കഥ ഞാൻ വായിച്ചു തീർന്നു. അത് കണ്ടു കാണും കേട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. കാണാത്തവര് കാണുക, കേൾക്കുക. ഇപ്പൊ ഞാൻ വായിക്കാൻ പോകുന്നത് ലിയോ ടോൾസ്റ്റോയുടെ രണ്ടാമത്തെ കഥയല്ല കേട്ടോ. 2-3 കഥ കഴിഞ്ഞിട്ട് ഒരു കൊച്ചു കഥയുണ്ട്. പെൺകുട്ടിയും 3 കരടികളും. വായിക്കാമേ. പണ്ടൊരിക്കൽ ഒരിടത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഒരു ദിവസം കാട്ടിൽ നടക്കാൻ പോയി. അവൾക്ക് വഴി തെറ്റി. വീട്ടിലേക്ക് മടങ്ങിപ്പോരുന്നതിന് വേണ്ടി വളരെ ശ്രമിച്ചു. എന്നാൽ അവൾക്ക് അതിന് തീരെ കഴിഞ്ഞില്ല. അവസാനം വനത്തിൽ തന്നെയുള്ള ഒരു വീട്ടിൽ അവൾ ചെന്ന് കയറി. ആ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൾ അതിലൂടെ പാളി നോക്കി. ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾ അതിനുള്ളിലേക്ക് കയറി. ഈ വീട് 3 കരടികളുടേതായിരുന്നു. തന്തക്കരടി വളർന്നു മുറ്റിയ രോമങ്ങളുള്ളവനും വലിയ ശരീരമുള്ളവനുമായിരുന്നു. അമ്മക്കരടി സാധാരണ ഒരു ഇടത്തരം ശരീരമുള്ളവളും കുട്ടിക്കരടി തീരെ കുഞ്ഞുമായിരുന്നു. അവന്റെ പേര് മിഷ എന്നാണ്. എല്ലാ കരടികളും അവരുടെ സൂപ്പ് തണുക്കുന്നതിനു വേണ്ടി പകർന്നു വെച്ചിട്ട് നടക്കാൻ പോയിരിക്കുകയായിരുന്നു. ആ വീട്ടിൽ 2 മുറികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഭക്ഷണമുറിയും മറ്റേത് കിടക്കമുറിയും. പെൺകുട്ടി ആദ്യം ഭക്ഷണമുറിയിലേക്കാണ് കയറി ചെന്നത്. അവിടെ 3 പാത്രങ്ങളിലായി സൂപ്പ് പകർന്ന് മേശപ്പുറത്ത് വച്ചിരുന്നു. ഒന്നാമത്തേത് വലിയൊരു പാത്രമാണ്. അത് തന്തക്കരടിക്കുള്ളതാണ്. രണ്ടാമത്തേത് അമ്മക്കരടിയുടെ പാത്രമാണ്. അതൊരു ഇടത്തരം പാത്രമായിരുന്നു. മൂന്നാമത്തെ പാത്രം ഒരു ചെറിയ നീല പാത്രമായിരുന്നു. അത് കുഞ്ഞുകരടി മീഷായ്ക്കും. ഓരോ പാത്രത്തിന്റെയും അടുത്ത് തന്നെ ഓരോ കരണ്ടിയും വച്ചിരുന്നു. അവയും വലുതും ഇടത്തരവും ചെറുതുമാണ്. ആ പെൺകുഞ്ഞ് ആ വലിയ കരണ്ടി എടുത്ത് വലിയ പാത്രത്തിൽ നിന്നും സൂപ്പ് കോരി രുചിച്ചു. പിന്നീട് ഇടത്തരം സ്പൂൺ കൊണ്ട് ഇടത്തരം പാത്രത്തിൽ നിന്നും കോരി രുചിച്ചു. അവസാനം കുഞ്ഞു കരണ്ടിയെടുത്ത് ആ നീലച്ച കുഞ്ഞു പാത്രത്തിൽ നിന്നും എടുത്ത് സ്വാദ് നോക്കി. എല്ലാത്തിലും വെച്ച് മിഷായുടെ സൂപ്പ് ഏറ്റവും നല്ല സ്വാദുള്ളതായി അവൾക്ക് തോന്നി. അവൾക്ക് അതിഷ്ടപ്പെട്ടു. അവൾക്ക് വളരെ ക്ഷീണം തോന്നി. ചുറ്റിനും നോക്കി. 3 കസേരകൾ. ഒന്ന് വലിയത്, മറ്റൊന്ന് ഇടത്തരം, മൂന്നാമത്തേത് നീലിച്ച കുഷൻ പിന്നിൽ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കസേരയും. വലിയ കസേരയിൽ കയറിക്കൂടാൻ അവൾ ശ്രമിച്ചു. എന്നാൽ അതിൽ നിന്നും താഴെ വീണുപോയി. പിന്നീട് ഇടത്തരം കസേരയിൽ അവൾ ഇരുന്നു. അതിൽ അത്ര സുഖമൊന്നും തോന്നിയില്ല. അവസാനം ആ കുഞ്ഞി കസേരയിൽ ചെന്നിരുന്നു. അത് വളരെ നല്ല സുഖമുള്ളതായി തോന്നി. അവൾ ആഹ്ലാദിച്ച് കൈകൊട്ടി. നീലിച്ച കുഞ്ഞിപ്പാത്രവും കരണ്ടിയും എടുത്ത് അവൾ സൂപ്പ് കഴിക്കാൻ തുടങ്ങി. അത് മുഴുവൻ അവൾ കഴിച്ചു. അതിനുശേഷം ആ കുഞ്ഞി കസേരയിൽ ഇരുന്ന് മുന്നോട്ടും പിന്നോട്ടും ആടി രസിച്ചു. അവസാനം കുഞ്ഞി കസേര ഒടിഞ്ഞുപോയി. അവൾ തറയിലും വീണു. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഒടിഞ്ഞ കുഞ്ഞു കസേര എടുത്തു മാറ്റി അടുത്ത മുറിയിലേക്ക് പോയി. മുറിയിൽ 3 കിടക്കകൾ ഉണ്ടായിരുന്നു. ഒരു വലിയ കിടക്കയും ഒരു ഇടത്തരം കിടക്കയും ഒരു കുഞ്ഞി കട്ടിലും. ആദ്യം അവൾ ആ വലിയ കിടക്കയിൽ കിടന്നു നോക്കി. അത് അവൾക്ക് വളരെ വലുതായിരുന്നു. പിന്നീട് ഇടത്തരം കട്ടിലിൽ കിടന്നു നോക്കി. അത് പൊക്കമുള്ളതായി തോന്നി. ഒടുവിൽ അവൾ ആ കുഞ്ഞി കട്ടിലിൽ കയറി കിടന്നു. അത് തികച്ചും ചേരുന്നതായിരുന്നു. അതുകൊണ്ട് അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. കരടികൾ തിരിച്ചു വന്നു. അവർക്ക് നല്ല വിശപ്പുണ്ട്. അവർ ഭക്ഷണമുറിയിലേക്ക് കയറി. തന്തക്കരടി അവന്റെ പാത്രം എടുത്തു. അതിൽ നോക്കി. എന്നിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, എന്റെ സൂപ്പ് ആരാണ് രുചിച്ചു നോക്കിയത്? തള്ളക്കരടി അവളുടെ പാത്രം എടുത്തു നോക്കിയിട്ട് സാവധാനം ചോദിച്ചു, ആരാണ് എന്റെ സൂപ്പ് കുടിച്ചു നോക്കിയത്? കുഞ്ഞു കരടി മിഷ അവന്റെ കുഞ്ഞിപ്പാത്രത്തിൽ നോക്കിയിട്ട് ചോദിച്ചു, എന്റെ സൂപ്പ് ആകെ കുടിച്ചു തീർത്തത് ആരാണ്? അനന്തരം തന്തക്കരടി അവന്റെ കസേര നോക്കിയിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, ആരാണ് എന്റെ കസേരയിൽ ഇരുന്നതും അത് മാറ്റിയിട്ടതും? തള്ളക്കരടി അവളുടെ കസേര നോക്കിയിട്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, എന്റെ കസേരയിൽ ഇരുന്നതും അത് മാറ്റിയിട്ടതും ആരാണ്? കുഞ്ഞിക്കരടി അവന്റെ കസേര ഒടിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. അവന് സങ്കടവും കോപവും ഉണ്ടായി. അവൻ കുഞ്ഞു സ്വരത്തിൽ ചോദിച്ചു, എന്റെ കസേരയിൽ ആരാണ് ഇരുന്നത്? ആരാണ് അത് ഒടിച്ചതും? ആ 3 കരടികളും കിടക്കമുറിയിലേക്ക് ചെന്നു.
തന്തക്കരടി അവന്റെ തുറന്ന ശബ്ദത്തിൽ ചോദിച്ചു. ആരാണ് എന്റെ കിടക്കയിൽ കിടന്നതും അത് ചവിട്ടി ചൊളിച്ചതും? തള്ളക്കരടി അവളുടെ കിടക്കയിൽ നോക്കിയിട്ട് ചോദിച്ചു. ആരാണ് എന്റെ കിടക്കയിൽ കിടന്നത് ചവിട്ടി മെതിച്ചതും? കുഞ്ഞിക്കരടി അവന്റെ കിടക്കയിൽ കയറുന്നതിന് സ്റ്റൂളിന്മേൽ കയറി നോക്കി. ആരാണ് എന്റെ കിടക്കയിൽ കിടക്കുന്നത്? അവൻ ചോദിച്ചു. ഒരു പെൺകുഞ്ഞ് അവിടെ കിടന്നുറങ്ങുന്നത് അവൻ കണ്ടു. അവന്റെ കുഞ്ഞു സ്വരത്തിൽ കലപുലാ എന്ന് പറഞ്ഞു. അവളതാ, പിടിച്ചോ, അവളെ പിടിച്ചോ, ഹാഹാ പിടി അവളെ. അവൻ അവളെ കടിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും അവൾ കണ്ണു തുറന്നു. കരടികളെ കണ്ട് ഭയന്നു. ജനലിന്റെ അടുത്തേക്ക് ഓടി. ജനൽ തുറന്ന് അവൾ വെളിയിലേക്ക് ചാടി. ഓടിപ്പോയി. ആ 3 കരടികൾക്കും അവളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു രസമുള്ള കഥ അല്ലെ? ഒരു കുഞ്ഞ് കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി. അവിടുന്ന് വിശന്നിട്ട് അവൾ ഒരു വീട് കണ്ട് അതിനകത്ത് കയറിയപ്പോ 3 പാത്രത്തിൽ സൂപ്പ് ഇരിക്കുന്ന കണ്ട് സൂപ്പ് എടുത്ത് കുടിച്ചു. കസേരയിൽ കയറാൻ നോക്കി, ഇരുന്ന് കുടിക്കാനായിട്ട് കസേരയിൽ കയറാൻ ശ്രമിച്ചു. അപ്പോഴും അവൾക്ക് ആ കുഞ്ഞ് കസേരയെ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞ് കട്ടിലില് കുഞ്ഞു കരടിയുടെ കട്ടിലിൽ കയറി സുഖമായി ഉറങ്ങുകയും ചെയ്തു. അവര് പിടിക്കാൻ വന്നപ്പോ അവൾ ഇറങ്ങി ഓടി. ഇതൊരു കഥ. മറ്റൊരു ദിവസം വേറൊരു കഥയായിട്ട് വരാട്ടോ. താങ്ക് യു.